അല്ല സാറേ, ഇതെന്താ പെണ്ണ് കാണാൻ പോയോ? അല്ല, പുതിയ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. ഇത് പുതിയൊന്നുമല്ല, പഴയതാ. നിന്റെ മോലാളിയുടെ ഗ്ലാമർ കളയണ്ടെന്ന് വെച്ചിട്ടല്ലേ ഞാൻ കളവനായിട്ട് നടക്കുന്നത്. ആ മീശയും താടിയും കൂടി ഒന്ന് കറുപ്പിക്കാമായിരുന്നു. എന്താ എന്താ അലമാരിയില് പഴയ പാന്റൊക്കെ ഇരിക്കുന്നു. സംഭവം നല്ല സ്മാർട്ട് ആയിട്ടുണ്ടെന്നാ കണ്ടവരൊക്കെ പറഞ്ഞത്. നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നണത് പറഞ്ഞാൽ ചിലപ്പോ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കും. അല്ല, ഓഡിറ്ററെ കണ്ടോ? പിന്നെ കാണാണ്ട്. പക്ഷേ അയാൾ ആള് ശരിയല്ല. അതെന്താ? അയാൾ ഇന്ന് ഫ്രീ ആണ്, എക്സ്ക്ലൂസീവ് ആയിട്ട് എന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോഴോ ഒരു പൂരത്തിന്റെ ആള്. അപ്പൊ ആളെ കണ്ടില്ല. കാണാതെ പോരണമെങ്കിൽ മേനം വേറെ ജനിക്കണം. ഞാൻ ഇടിച്ചങ്ങ് കേറി. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് മതി എന്തൊന്ന് തീർത്തങ്ങ് പറഞ്ഞു. കംപ്ലീറ്റ് ഫയലും ക്ലോസ് ചെയ്യും. അതേതായാലും നന്നായി. അച്ഛനകത്തേക്ക് ടയർഡായിട്ട് വരികയല്ലേ? നമുക്കിനി കുറച്ച് വെള്ളം കുടിക്കാം. അച്ഛൻ ഇനി എ സിയിലിരുന്ന് ചായ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പോയാ മതി. ഓ, അത്രേ ഉള്ളൂ. നിനി വയ്യ. ഹലോ മേനോൻ. ഓഡിറ്റർ സാർ അപ്പൊ ഒന്നു അച്ഛൻ അറിഞ്ഞൂടെ, ഇത് ഡബിൾ റോളാ. ഒന്ന് വീട്ടിലും ഒന്ന് ഇവിടെ. എന്താ ആളെ കളിയാക്കുന്നു? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത് ദൈവം നമ്പരാന് മാത്രമേ അറിയാവൂ. നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് ഇല്ലേ സാറേ? പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവനൊക്കെ എന്നാ ഇനി ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നേ? അല്ലേ? അച്ചോ, കള്ളനോ? നിന്റെ അച്ഛനാ? എന്റെ അച്ഛന് പറഞ്ഞോണ്ടല്ലോ അടിച്ചു ചെയ്തോട്ടാ പട്ടി. കൃഷ്ണകുട്ടി മേനോനാണെന്ന് നിന്റെ അച്ഛൻ. അച്ഛനോ? അച്ഛനെങ്ങനെ കരിഞ്ഞുപോയെ? അടുക്കളയിൽ ഗ്യാസ് വല്ലതും ലീക്ക്? ഞാൻ ഒന്ന് ഡൈ ചെയ്യാൻ നോക്കിയതാ. ഡൈ ചെയ്യാനോ? അച്ഛൻ ഇപ്പൊ ചാവാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? ആ ഡൈ അല്ലടാ, ഒന്ന് കറപ്പിച്ചതാ. ഓ അതെ, ഒന്ന് നിന്നേ. എന്താ പെട്ടെന്ന് ഒരു കറപ്പിക്കല്? അതെ, ആ ഷോപ്പിംഗ് കോംപ്ലക്സിലും ജംഗ്ഷനിലും ഒക്കെ ഭയങ്കര റൂമർ. എന്ത് റൂമർ? ഞാൻ നിന്റെ അപ്പൂപ്പനാന്ന്. അത് റൂമറാണോ? നീ മാത്രം അങ്ങനെ ഗ്ലാമറായിട്ട് നടന്നാ മതിയോ? ഞാനും ഒന്ന് സ്മാർട്ട് ആവട്ടറാ. എന്നാ പിന്നെ അറിയാവുന്നവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിൽ നാട്ടുകാരെന്താ പറയാന്നറിയോ? മകൻ അച്ഛന്റെ തലയിൽ കരിയോയിൽ കമത്തിന്ന്. എന്താണ് ഒരിളക്കം? കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തളക്കം? വേണ്ട മോനെ, കൊക്ക് കറുത്താൽ കാക്കിയാവില്ല. പോരാത്തതിന് ഇതേ ഓൾഡ് സ്റ്റോക്കാ. പെട്ടെന്നൊരു ചുവന്ന മഴ പെയ്താ കംപ്ലീറ്റ് ചുമപ്പാവും. പുറകെ പ്രാണിമഴയും. നല്ല രസമായിരിക്കും കാണാൻ. കുളിക്കാൻ കിണർ പോലും ഉണ്ടാവില്ല. കാലം അതാ. എക്സ്ക്യൂസ് മീ, ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? താങ്ക് യു. അതെ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അല്ല, ഹിസ്റ്ററി ഓ ഡിപ്പാർട്ട്മെന്റ്. സോറി. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? റൈറ്റിലോട്ടാണ്. റൈറ്റിലേക്ക്. റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ആയി. പോയിട്ട് വാ. അപ്പൊ താൻ വരുന്നില്ലേ? താൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഇവിടെ ഉണ്ട്. ചെല്ല്. പിന്നെ അന്നത്തെ പോലെ ആക്രാന്തം കാണിക്കരുത് കേട്ടല്ലോ. പൊക്കോ. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ ശ്രീദേവി ടീച്ചർ. ശ്രീദേവി ടീച്ചറിനെ ഇന്ന് കണ്ടില്ലല്ലോ. ലീവ് ലെറ്റർ കൊടുത്തയക്കാന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. ആളിന്ന് ലീവാ. താങ്ക് യു. എന്തെങ്കിലും മെസ്സേജ്? ഇല്ല, നോ, ഇറ്റ്സ് ഓക്കേ. താങ്ക് യു. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ഇതിലേ പോയാ മതി. ഈ വഴി. താങ്ക് യു.
സിന്ദൂരാരണ വിഗ്രഹം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഹീമാപീനവക്ഷോരുഹ പാണിഭ്യാമളിപൂർണ്ണ യത്നേഷകം രക്തോൽപലം വിഭ്രതിം സൗമ്യാം രത്നകടസ്ഥരക്ഷരണം ധ്യായേത് പരാമംബികാം സിംഹാരൂഢാം ത്രിനേത്രാം കരതലവിലസൽ ശങ്കചക്രാചിരമ്യം ഭക്താഭീഷ്ടപ്രദാത്രീം ത്രിപുപധനകരീം സർവലോകൈകവന്ദ്യാം സർവാലങ്കാരയുക്താം ശശികുതമകടാം ശ്യാമളാംഗീം കൃപാദ്രാം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷാപദ്ദുന്മൂലനായ ധ്യായേ തദ്മാസനത്താം വികസിത. ഓ ഈശ്വരാ, നീ എന്നെ രക്ഷിച്ചു. ധ്യായേ പത്മാസനസ്ഥാം വികസിത വദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം കൃഷ്ണവസ്ത്രാം കരകലിതല. നിന്നെ എന്താ ഇത്? വായിക്കാൻ ഇംഗ്ലീഷ് മലയാളം നീണ്ടു. ഇംഗ്ലീഷ് മലയാളം നീ കണ്ടു. കോളേജിൽ പിള്ളേരോട് കാണിച്ച തോന്നിവാസം ഭഗവാനോട് കാണിച്ചാ അങ്ങേരെ അതിന്റെ ഇരട്ടി തരും. ടീച്ചറിന്റെ ലീവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി അഞ്ജന ആ നേരത്തെ കോളേജിൽ പോയതുകൊണ്ടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അല്ല, എനിക്ക് അറിയാൻ പാടിട്ട് ചോദിക്കുക, എന്താണ് അച്ഛന്റെ ഉദ്ദേശം? അച്ഛൻ എന്തിനാ കോളേജിൽ പോയത്? മോനെ ഉള്ള സത്യം പറയാലോ, ആ പ്രിൻസിപ്പലിനെ കണ്ട് +2 ഒരു അഡ്മിഷന്റെ കാര്യം. +2 കോളേജില? അല്ലല്ല, ഇത് BSc. അച്ഛൻ എന്താ കോളേജ് പഠിക്കാൻ പോവാ? എനിക്കല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ മാന. ഏത് ഫ്രണ്ട്? നീ അറിയത്തില്ല? ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ട് അച്ഛനുള്ളത്? അല്ല, ഇതെങ്ങും സിംഗപ്പൂരിലുള്ള. സിംഗപ്പൂരും. ഞാൻ എന്താ അടങ്ങി നിക്കണേന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി ദേ തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. അടയ്ക്കാണ് ഈ മടിയിൽ വെക്കാം. അടയ്ക്കാൻ വരെ ആയാലോ. ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനുണ്ട് ഭാവമെങ്കിൽ ഞാൻ കൊണ്ടേ വല്ല വൃദ്ധസദനത്തിലാക്കും. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. അവിടെ എന്നെ ഇനി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല, നോക്കിക്കോ. ഞാൻ നേരത്തെ കഴിച്ചു. കഷ്ടം. ഏത് നേരത്തെ ഈശ്വര ഇങ്ങനെ എന്റെ തന്ത ഏത്? ഓ, ഹലോ 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 ആരേത്? ഹലോ എത്ര വിളിച്ചാലും കിട്ടുകയെന്ന് വെച്ചാൽ ഇപ്പൊ എന്താ ചെയ്യാ? ആരെ അച്ഛൻ വിളിച്ചത്? ഞാൻ നമ്മുടെ ഓഡിറ്ററെ ഒന്ന് വിളിച്ചതാ. അയാളല്ലേ ഇങ്ങോട്ട് വിളിച്ചത്? എന്താ കാലത്തെ പറഞ്ഞ പോലെ അക്കാര്യം ഒന്ന് മറന്നു. പ്രായമായാൽ ഓർമ്മക്കുറവുണ്ടാവും. എന്താ പല പരസ്യം ജ്യോതിഷ് ബ്രഹ്മി നെല്ലിക്കാത്തളം കുറച്ച് നോക്കണോ? ഹലോ ഹലോ ആരത്? എന്താ വേണ്ടേ? ഹലോ, ഇത് ഏത് നമ്പറാണ്? നിങ്ങൾക്ക് ഏത് നമ്പറാ വേണ്ടേ? അല്ല, അഞ്ജനയാണോ? അതെ. പവിയ? അല്ല, അച്ഛൻ അങ്ങോട്ട് വിളിച്ചിരുന്നോ? എപ്പോ? കുറച്ചു നേരം മുമ്പ്. കുറെ പ്രാവശ്യം റിങ് ചെയ്തു. ഹലോ പറഞ്ഞപ്പോ റിപ്ലൈ ഇല്ല. ആരാന്നറിയില്ല. എന്താ പവി? ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കേ, ഐ വിൽ കോൾ യു ബാക്ക്. ബൈ ബൈ. ബാബാ ഇരുന്നു. അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ദാ ചെവിയും കേക്കണ്ടായ? അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ?
ഞാൻ എന്തിനാ അഞ്ജനെ വിളിക്കുന്നത്? ദേ കള്ളത്തരം പറയരുത്. അച്ഛൻ ഫോൺ വെച്ച ഉടനെ ഞാൻ റീഡെയിൽ ചെയ്ത് നോക്കി. ഫോണിൽ ആ സൂത്രം വെച്ചിരിക്കുന്ന പിള്ളേർക്ക് കളിക്കാനൊന്നുമല്ല. വിളിച്ചൊന്ന് സമ്മതിച്ച എന്താ കുഴപ്പം? ആ ശരിയാ, വിളിച്ചു. എന്തിന്? ചമ്മന്തി വിളിക്കാം. ചമ്മന്തി ആവാണ്ട് നോക്കിയാ മതി. എന്തിനാ വിളിച്ചേ? അല്ല, ഈ അവിടെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ഈ പാട്ട് പഠിപ്പിക്കുന്ന കാര്യം പറ. അച്ഛൻ എന്ത് ഗാനമേളയ്ക്ക് പോണ്ടോ? അല്ലല്ല, നമ്മുടെ ഈ മായക്കുട്ടി ഒന്ന് അയക്കാന്ന് വിചാരിച്ചു. മായക്കുട്ടിയാ? അവളൊരു മൂളിപ്പാട്ടെങ്കിലും പറഞ്ഞത് അച്ഛൻ ഇതുവരെ കേട്ടോ? ഒന്നുമില്ല, എന്നാലും നിന്റെ ചേട്ടന് ഭയങ്കര നിർബന്ധം അവളെ പാട്ട് പഠിപ്പിക്കണമെന്ന്. എവിടെങ്കിലും കൊള്ളാവുന്ന ടീച്ചർമാരുടെ പറയണമെന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. ചേട്ടൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. എന്താ എടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓർക്ക പറയണം. നിന്റെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും ഈ നിലനിർത്തിയത്, മനസ്സിലായ? നിന്റെ ഈ കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യവുമില്ലാതെ ചൂടാകുന്ന എന്തിനായിരിക്കും? ഒന്നെങ്കിൽ അയാൾക്ക് വട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടാവും. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമായിരിക്കും ഈ ചൂടാവൽ. കറക്റ്റ്. എന്തായാലും അച്ഛന് വട്ടാണെന്ന് പവി പറയില്ലല്ലോ. വട്ട് ഇല്ല. അപ്പോ അച്ഛൻ എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. അതെന്താണെന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അച്ഛൻ പവിയെ ഒളിച്ച് കോളേജിലും എന്നെ ഒളിച്ചെന്റെ വീടിന്റെ മുൻപിലും കറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരെ കാണാനാകും? അതിപ്പോ അതെ, ആരെ കാണാനാവും? ഈ രണ്ടിടത്തും കോമൺ ആയിട്ട് ആരാ ഉള്ളതെന്ന് ആലോചിച്ച് നോക്ക്. ആരാ? എന്റെ ടീച്ചർ. അല്ലാതാരാ? ഞെട്ടണ്ട. കല്യാണ വീട്ടിൽ വെച്ച അച്ഛന്റെ മാറ്റങ്ങൾക്ക് തുടക്കമെന്നല്ലേ പവി പറഞ്ഞത്? അതെ. അന്ന് കല്യാണ വീട്ടിലും ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? അന്ന് അവരെ പരിചയപ്പെടുത്തിയത് ഞാനാ. അപ്പോഴച്ഛന്റെ മുഖത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അച്ഛനെന്തിനാ പരിഭ്രമിക്കുന്നത്? പവി, സാധാരണ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കുമ്പോൾ ആരും നെർവസ് ആകാറില്ല. പക്ഷേ അവർക്കിടയിൽ പ്രേമമുണ്ടെങ്കിൽ അവർ പരിഭ്രമിക്കും. എന്നുവെച്ചാ എന്റെ അച്ഛൻ ടീച്ചറെ ലൈൻ അടിക്കാന്നാ? എന്ന് ഞാൻ പവിയുടെ മുഖത്ത് നോക്കി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അതിനുശേഷമാണ് പവിയുടെ അച്ഛൻ പഴയ പ്രണയഗാനങ്ങൾ കുത്തിയിരുന്ന് കേൾക്കാൻ തുടങ്ങിയത്, പവിയുടെ ജീൻസ് ഷർട്ടും ഒക്കെ ചാർത്താൻ തുടങ്ങിയത്, ഡൈ ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും അച്ഛന് ടീച്ചറോടെന്തോ സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതിനപ്പുറം തെളിവുകളൊന്നും നമ്മുടെ ഇല്ല പവി. തെളിവില്ലെങ്കിൽ നമ്മൾ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കണം. എന്നിട്ട് വേണം അതും പറഞ്ഞ് ആ കള്ള കാമോനെ മുമ്പിൽ നിർത്തിയിട്ടൊന്ന് പൊരിക്കാൻ. അതിനെന്താണ് ഒരു വഴി? ആ, ഒരു വഴിയുണ്ട്. ട്രിങ് ട്രിങ്. ഹലോ 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 ഹലോ, ഞാൻ ശ്രീദേവിയാണ്. ശ്രീദേവി ദേവിയാണോ? മേനോൻ സാറല്ലേ? മേനോൻ സാറോ? അങ്ങനെയല്ലോ ദേവി എന്നെ വിളിക്കാറ്. ഇപ്പൊ എന്താ പുതിയൊരു പരിഷ്കാരം? ഞാൻ അത് പെട്ടെന്ന്. സത്യം പറഞ്ഞ ഞാൻ പലവട്ടം അങ്ങോട്ട് വിളിക്കാൻ ഒരുങ്ങിയതാ. പിന്നെ ഞാൻ വിചാരിച്ചു ദേവിക്ക് ചിലപ്പോ എന്നോട് വിരോധം ഉണ്ടോന്ന്. എനിക്കെന്ത് വിരോധം? അല്ല, ഒന്നും അറിഞ്ഞോണ്ടല്ല എന്ന് ദേവിക്കറിയാലോ. ഞാൻ ഒന്നും മനസ്സിൽ വെച്ചിട്ടില്ല കേട്ടോ. ഹാവൂ, അത് കേൾക്കുമ്പോ ശരിക്കും വല്ലാത്ത മനസമാധാനമുണ്ട്. പിന്നെ അന്ന് കല്യാണ വീട്ടിൽ വെച്ച് ദേവി എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കിയല്ലോ. അത്ഭുതം തോന്നിപ്പോയി. പിന്നെ ആ പാട്ടോടെ കേട്ടപ്പോഴത്തേക്ക് പഴയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് അങ്ങനെ തിരമാല പോലെ ഇങ്ങനെ. ഏത് പഴയ കാര്യങ്ങള്? പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോ എല്ലാം ഓർക്കാനുള്ളതല്ലേ. പക്ഷെ ആദ്യം ഓർമ്മ വന്നത് അന്ന് ഞാൻ എഴുതി തന്ന ആ കവിതയില്ലേ, മനസ്സിലായ? പിന്നെ ആ കവിതയല്ലേ? ഞാൻ വിചാരിച്ചു ദേവി ഒക്കെ മറന്നിട്ടുണ്ടാവുന്ന്. എങ്ങനെ മറക്കാനാ? അതിന്റെ ഹൃദയത്തിലല്ലേ എഴുതിയത്. സന്തോഷായി. ഇനി അതൊന്നും മോളിയും കൂടെ കേട്ടാൽ കിച്ചേട്ടന് വലിയ സന്തോഷായി. ഒന്നും മോളില്ലേ? അയ്യോ അതല്ല, ആരോ വരുന്നു. ഞാൻ വെക്കുക. അല്ല, കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ
ഹലോ 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 ആരാത്? ദേവിയല്ലേ? ആരാ സംസാരിക്കുന്നത്? കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറയണോ, കിച്ചുവേട്ടൻ എന്ന് പറയണോ, എങ്ങനെയാ? എന്താ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്താ പറയാ? എന്നോട് പിണക്കുണ്ടാവൂലേ? പിണക്കോ? എനിക്കോ? ഞാൻ എന്തിനാ പിണങ്ങുന്നത്? ഒന്നും അറിഞ്ഞോണ്ടല്ലാന്ന് ദേവിക്കറിയാലോ. അന്ന് കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോ തന്നെ എന്നെ തിരിച്ചറിഞ്ഞൂലോ. അത്ഭുതം തോന്നി. ആ പാട്ടുകൂടി കേട്ടപ്പോ പഴയ കാര്യങ്ങളെല്ലാം തിരമാല പോലെ ഇങ്ങനെ മനസ്സിലേക്ക്. അല്ല, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഹാവൂ, ഇപ്പൊ വിളിക്കാൻ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പഴയ പുസ്തകങ്ങളൊക്കെ തപ്പിയപ്പോ നമ്മുടെ ആ കവിത കിട്ടി. ഓർമ്മയുണ്ടോ? വർഷം എത്ര കഴിഞ്ഞിട്ടും അത് മനസ്സിലിങ്ങനെ കാണുമ്പോൾ